കുറച്ച് ദിവസമായിട്ട് ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഒക്കെ വൈറലായിട്ടിരിക്കുന്ന ഒരു ഐറ്റമാണ് ഈ മത്തീൻ്റെ ഒരു ഐറ്റം. ഇതിന് മത്തി ഫ്രൈ എന്നോ മത്തി വരട്ടിയതെന്നാണോ വറ്റിച്ചതാണോ എന്താ പറയേണ്ടതെന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. പക്ഷെ സംഭവം ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്കും ഇത് എങ്ങനെയാണെന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു പാനിലേക്ക് ഒരു 3 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. പിന്നെ എരിവിനനുസരിച്ചിട്ട് ഒരു 1.5 സ്പൂണോ അല്ലെങ്കിൽ 1 സ്പൂണോ കാശ്മീരി ചില്ലി പൗഡർ ഇടാം. 1/4 സ്പൂണോ മഞ്ഞൾപ്പൊടി, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ കുറച്ച് ചെറിയുള്ളി ചതച്ചതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതൊക്കെ ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട്, ഇല്ലെങ്കിൽ ആ മസാല ഒന്ന് കരിഞ്ഞു. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കുറച്ച് കരിവേപ്പിനെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുക. അതിന് ശേഷം ഇത് നമുക്ക് എന്ത് ചെയ്യാം, ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് തിളച്ച് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇനി ഒരു ചെറുനാരങ്ങൻ്റെ വലുപ്പത്തിൽ കേട്ടോ കുറച്ച് പുളിയെടുത്ത് വെള്ളത്തിൽ നല്ലോണം ഒന്ന് പിഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നല്ലോണം മിക്സ് ചെയ്തിട്ട് ലോ ഫ്ലെയിമിലിട്ട് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ ഇത് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മത്തി ഇതുപോലെ ഒന്നിങ്ങനെ അടുപ്പിച്ച് ഇങ്ങനെ നിരത്തി വെക്കാം കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് മത്തി എന്ന് പറയുന്നൊരു സാധനം സ്കൂളിലൊന്നും പഠിക്കുമ്പോൾ തീരെ ഇഷ്ടമല്ലേനു കേട്ടോ. തീരെ ഇഷ്ടം കഴിക്കുകയേ ചെയ്യൂലേനെ. പക്ഷേ കുറച്ച് കാലം കഴിഞ്ഞപ്പോഴാണ് മത്തി ഇത്ര ടേസ്റ്റ് ഉണ്ടെന്നുള്ളത് അറിഞ്ഞത് കേട്ടോ. അതിന് ശേഷം ഞാൻ മത്തീൻ്റെ വലിയൊരു ഫാനാണ്. ഇതുപോലെ എനിക്ക് തോന്നുന്നു സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ കുറേ ആൾക്കാർക്ക് മത്തി എന്ന് പറയുന്നൊരു സാധനത്തിനോട് തീരെ ഇഷ്ടം ഉണ്ടാവില്ല. അങ്ങനെയുള്ളവർ ആരൊക്കെയാണെന്നുള്ളത് ഒന്ന് കമൻറ്റ് ഇടണം കേട്ടോ. സ്കൂളിൽ പഠിക്കുമ്പോൾ മത്തി ഇഷ്ടമല്ല, പക്ഷേ ഇപ്പം മത്തി നല്ല ഫേവറേറ്റ് ആണ്. അങ്ങനെയുള്ളവർ ആരൊക്കെയാണെന്നുള്ളത് ഒന്ന് കമൻറ്റ് ഇടാം. അപ്പോൾ ഞാൻ മത്തി ഫുള്ള് ഇതുപോലെ വെച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ആ മസാല കുറച്ചൊന്ന് അതിൻ്റെ മേലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ചു കേട്ടോ. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ മറക്കണ്ട, ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ചെയ്യുക. ഇനി ഒരു സൈഡ് കുക്കായി വന്നതിന് ശേഷം ഞാനൊന്ന് എല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം 2 സൈഡും നല്ലോണം കുക്കായിട്ട് ഇതൊന്ന് നല്ലോണം വറ്റി വരണം. അതാണ് ഇതിൻ്റെ കറക്റ്റ് പരുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ 2 സൈഡ് ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നല്ല ഡ്രൈ ആയി വന്ന് ഏകദേശം നമ്മൾ ആ വെളിച്ചെണ്ണൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ സംഭവം സെറ്റായിട്ടുണ്ട്. അപ്പോൾ കണ്ടോ നല്ല വെളിച്ചെണ്ണൊക്കെ നല്ല തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാൻ അപ്പോൾ ഇതിൻ്റെ മേലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ നമ്മൾ ഐറ്റം ഇവിടെ റെഡി ആയതുകൊണ്ട് ഒരു അടാർ ഐറ്റം എന്ന് പറഞ്ഞാൽ ഒരു അടാർ ഐറ്റം തന്നെ കേട്ടോ. ഭയങ്കര ടേസ്റ്റ് കേട്ടോ. വിചാരിച്ച പോലെയല്ല, ഉണ്ടാക്കി നോക്കി കഴിച്ചപ്പോഴാണ് ഭയങ്കര ടേസ്റ്റുള്ള ഒരു ഐറ്റം. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് നല്ല വീഡിയോസായിട്ട് നമുക്ക് ഇനിയും കാണാം. അപ്പോൾ ബൈ.